പ്രദീപ് ഗുപ്ത മുതൽ പ്രശാന്ത് കിഷോർ മുതൽ CP റാഷിദ് വരെയുള്ള ആളുകൾക്ക് ഇന്ത്യൻ ജനതയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോയത്? ശ്രീ അഭിലാഷ്, ദേശീയ രാഷ്ട്രീയത്തിലെ പ്രവചനം ഞാൻ അംഗീകരിക്കുന്നു. ഒപ്പം വടകരയിലെ ഒരു പ്രവചനം എന്റെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വടകരയിലെ പ്രവചനം ശരിയായി, കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോൾ അതുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രവചനമല്ലല്ലോ നമ്മുടെ വിഷയം. എങ്ങനെ ഈ പ്രവചനം ഈ തരത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാനദണ്ഡമാക്കുന്നത് മാധ്യമങ്ങളെയാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണോ, ഭരണഘടന നിലനിൽക്കണോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ ആ ചോദ്യം ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എങ്ങനെയാണ് ഈ മോദി ഭരണം ഇന്ത്യയിൽ 2014 വന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ഇന്നത്തെ ഈ ദേശീയ മാധ്യമങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ 2014 ശേഷമല്ല, 2012 മുതൽ ദേശീയ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമാണ് ഈ സർക്കാർ. 2014 നമുക്ക് ഓർമ്മയുണ്ട്, നിർഭയ കേസ്, അതുപോലുള്ള നിരവധി കേസുകൾ അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ പെർട്ടിക്കുലർ സെലക്ട് ചെയ്തിട്ട് ആ ഇടങ്ങളിലെ വാർത്തകൾ മാത്രം ചെയ്ത് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കി മൻമോഹൻ സിംഗ് താഴേക്ക് പോവുകയും അതിനുശേഷം ഭരണത്തിലേറിയ മാധ്യമങ്ങൾ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ചു. അതും ഇല്ല. 2014 കണ്ടിന്യൂസ് ഉന്നാവോ, UP നമ്മൾ സംസാരിക്കുമ്പോൾ ഉന്നാവോ നമ്മൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കർണാടകയിലെ വിഷയം, ഏത് വിഷയത്തിലും ഒരു വിഷയത്തിലും മാധ്യമങ്ങൾ അഡ്രസ് ചെയ്യാതെ ഭരണകൂടത്തെ പൊതിഞ്ഞു പിടിച്ച് ഭരണകൂടത്തിന്റെ പല വിജയങ്ങളും മീഡിയ റൂമുകൾ ആഘോഷിച്ച ചരിത്രം അത് ലൈവായി കണ്ട രാജ്യമാണ്. അപ്പൊ ജനങ്ങൾ ഇതൊന്നുമല്ല, എന്റെ ഭാഗം തെറ്റിപ്പോയ ഒരിടമാണ് അഭിലാഷ്. ഈ ജനങ്ങൾ ഇതൊന്നുമല്ല, ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഒരു ടേമിൽ ജനങ്ങൾ നോക്കി, രണ്ടാമത്തെ ടേമിൽ ജനങ്ങൾ നോക്കി. ജനങ്ങൾക്ക് അത് മറ്റ് പല നവ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ ഇതെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ജനവിധിയാണ് ഈ നമ്മൾ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇത് രാജ്യത്ത് ഏറ്റത് രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, രാജ്യത്ത് ജനാധിപത്യത്തെ നിലനിർത്താൻ ബാധ്യസ്ഥപ്പെട്ട ദേശീയ മാധ്യമങ്ങൾക്കാണ് അഭിലാഷ്.